ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 5, നമ്മുടെ 5ാമത്തെ ദിവസമാണ് നമ്മുടെ ഡെയിലി ചാലഞ്ചിങ് വീഡിയോയിൽ. അപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. എൻ്റെ ഇടയിൽ ഫോണിനൊക്കെ എന്തോ കംപ്ലൈൻറ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഫോണാകെ ശരിയാവുന്നുണ്ട്. പിന്നെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകണമെന്ന്, എന്നാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ പണിപ്പാളും. അപ്പോൾ ഇന്നിപ്പോൾ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അങ്കമാലിലേക്ക് ഒന്ന് പോകണം. അങ്കമാലിൽ നിന്ന് ചേച്ചിനെ കൊണ്ടൊന്ന് അങ്കമാലിലേക്ക് ഒന്ന് പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് പോകണം ക്യാരം കളിക്കാനായിട്ട്. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്കമാലിയിൽ പോയി എത്തി. ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയപ്പോഴാണ് ഷിയോണ്ട വണ്ടിക്കും എന്തോ കംപ്ലൈൻറ്റ്. അപ്പോൾ ഷിയോണ്ട വണ്ടി നൈസായിട്ട് വർക്ക്ഷോപ്പിലേക്ക് ഒന്ന് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് വേണം ഫോണൊന്ന് കൊണ്ടുപോകാനായിട്ട്. ഫോണെന്താ പറ്റി ഗൈസ്, എങ്ങനെയെന്ന് അറിയില്ല. ഫോൺ ഷോപ്പിൽ ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെ. പരിപാടിയൊക്കെയാണ്. ഗൈസ്, എല്ലായിടത്തും പണിയാണ്. പപ്പാൻ്റെ ഹീറോ ഹോണ്ടൊക്കെ പണി വന്നേക്കുന്നു. വെയിലും എല്ലാം കൊണ്ട് അങ്കമാലി പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഇവിടുത്തെ പണ്ടാറ പോക്കുമായിരുന്നു. ഇതിനിപ്പം ഇനി എത്ര രൂപ കൊടുക്കേണ്ടി വരും തമ്പുരാൻ അറിയാം. ഷിയോ മൊത്തം കഷ്ടപ്പാടും മൊത്തം പ്രശ്നങ്ങളും പണികൾ വന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും. നോക്കിയിട്ട് അവർ പറയും ഗൈസ് എന്തൊക്കെയാണ് പണിയെന്ന്. എല്ലാവരും ഇവിടെ കൊണ്ടുവന്നേ പണി കൊടുത്തിട്ടുണ്ട്. കുറച്ച് പൈസ പോകട്ടെ, കുറച്ച് പൈസ പോകും. ഫോൺ കൊടുക്കാനായിട്ട് ഞാൻ കൊടുങ്ങലെടുത്തിരിക്കുന്നത്. എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്? ACR, നമ്മുടെ സ്ഥിരം സ്ഥലമാണ്. എൻ്റെ എത്ര ഫോണാണ് ശരിയാക്കിയേക്കണം അറിയാവുന്നതുകൊണ്ട് വിളിച്ചു പറയാതായ. ഇത് എത്ര രൂപ തമ്പുരാനും അത്ര അറിയുന്നത് എത്ര രൂപ. കാരണം രാത്രി പോയി തോന്നണം പൈസ ഓക്കെ. ഇത് നോക്കട്ടെ, ആളെന്താ നോക്കട്ടെ. ചോറിനാ പോയാൽ നോക്കാം, അതുകൊണ്ടേ കൊടുക്കാം. ഇവിടെ കൊടുങ്ങല്ലൂര് അവിടെ ബാറ്ററി പോയി. ബാറ്ററി മാറേണ്ടി വന്നു. 1600 രൂപ അടിക്കില്ല. പൈസ ഇങ്ങനെ കൂട്ടി വന്നു. അപ്പം അത് ഇങ്ങനെയാണല്ലോ വരേണ്ടത്. ഷിയോണ്ട ഫോൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ 5S. അപ്പോൾ ഇനിയൊരു വർക്കിലേക്ക് പോട്ടെ. ചെറിയൊരു കാറ്ററിംഗ് വർക്കുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും വർക്കിനോട് പോകുന്നുണ്ട്. ഓർഡറിനതുകൊണ്ട് നമ്മുടെ വർക്കിന് ആദ്യമായിട്ട് ഒരു ചെക്കൻ വന്നെങ്കിൽ അപ്പോൾ അവന് കയ്യിൽ ദാനം ചെയ്യാനാണ് കണ്ടാ ഫസ്റ്റ് വർക്കിന്. കൈയടിക്ക് ആടാ തർമ്മം വിശക്കുന്നവർക്ക് കൊടുക്കണം. നന്നായി തന്നെ വെച്ചിരി കയറ്റുണ്ടാവട്ടെ. ഞങ്ങൾക്കൊക്കെ ഇങ്ങനെയാണ് കയ്യിലെടുത്താണ് കൈസ്. ഞങ്ങൾ വർക്കിന് പോകാനായിട്ട് അരിഞ്ഞോണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാൻ അവിടെ ജ്യൂസിന് വേണ്ട മുന്തിരി പപ്പാണ്ടി നല്ല വൃത്തിയായി കൈകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഓരോ വർക്ക് നടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള പിള്ളേരുടെ അധ്വാനമാണ് ഞങ്ങളെപ്പോലുള്ള. ഒക്കെ ഞാൻ കാണിച്ചു തരാം എന്താണ് കാറ്ററിംഗ് സർവീസിൻ്റെ പുറകിൽ നടക്കുന്ന കഥകൾ. നല്ല രക്ഷപ്പെട്ടവരാണോ? ഇങ്ങനെയൊക്കെ കഴിച്ച് ഓരോ ദിവസത്തെ വർക്കൊക്കെ പോകുന്നതാണ്. വെള്ളം പിടിക്കുന്നു, ഫോണിൽ കളിക്കുക, വെള്ളം പിടിക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. ഞാൻ കുത്തിരിക്കുക. ഫുഡ് എത്തിയിട്ടില്ല ഞങ്ങളുടെ. ഫുഡ് വന്നിട്ടാണല്ലോ ഓർഡറൊക്കെ. പുള്ളിയോപ്പാ കാറ്ററിങ്ങിൻ്റെ പുറകിലുള്ള പിന്നാമ്പുറ കാഴ്ചകളാണോ കാണിക്കുന്നത്? ആര് പിന്നെ പറയുന്നത്? ഇതിൻ്റെ പുറകിലൊന്നായിരിക്കണം വെള്ളം പിടിക്കുക. ഇതുവരെ ഇത് ആരും കാണിച്ചിട്ടുണ്ടാവില്ല, കാണിക്കുമില്ല. ഭക്ഷണം എത്തിയിട്ടും കൂടിയില്ല. ആദ്യം തന്നെ ജ്യൂസ് ഒഴിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പരിപാടി തുടങ്ങാറ്. അങ്ങനെയൊക്കെയാണ് വർക്കിൻ്റെ ഉള്ളിലുള്ള ഒച്ചപ്പാടും വെളിപ്പാടും കാണുന്നത്. നമ്മൾ പുതിയ വർക്കണമെന്നാണ് വിഷയപ്പെടുത്തുന്നത്. എത്രാമത്തെ വർക്കാണത്? എത്രാമത്തെ വർക്കാണ് നിൻ്റെ?
കണക്കുകളില്ല, അതിന് മാത്രം. അതായത് ഈ കുറുമ്പത്തിരുത്ത് ഗോതിരുത്തിരുത്തൂരി തിരുത്തിപ്പുറമൊക്കെ മൊത്തം അതും കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഫസ്റ്റ് വർക്ക് എങ്ങനെയായിരുന്നു നിന്റെ എക്സ്പീരിയൻസ്? 2018 വെള്ളപ്പൊക്കത്തിന്റെ ഒന്നായിരുന്നു ഇവന്റെ ഫസ്റ്റ് വർക്ക്. അതോടുകൂടി നാടെ സ്തംഭിച്ചു പോയി. പണി തുടങ്ങിയപ്പോ വെള്ളം ഉണ്ടായില്ല, പിന്നെ വെച്ചിട്ട് കയറ്റുമല്ലോ ഇപ്പൊ. കഴിഞ്ഞപ്പോ വെള്ളം നിറഞ്ഞു. ആദ്യത്തെ വർക്കിന് വന്നിട്ട് ഫസ്റ്റ് വർക്കിന് ഞാൻ ഐസ്ക്രീം തിന്നുന്നത്. വർക്കിന്റെ ഇടയിലും ഒരുത്തൻ പണിയെടുക്കാതെ പണിയാണ്ടില്ലേ, ഇതാണ് പ്രയോഗം. പണിയെടുക്കാതെ ഫോൺ വിളിക്കുന്നവൻ. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ഉണ്ടാവും. വർക്ക് അവസാനിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ അനുവദിക്കുന്നത്. അങ്ങനെ അനുവദിക്കുമോ? അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വർക്ക് അവസാനിച്ചു. അവസാനം പോണ കാര്യങ്ങളും വീഡിയോ ഒക്കെ എടുക്കാൻ തിരക്കായി പോയി, റഷായി പോയി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോരോ കാറ്ററിംഗ് സർവീസ് പരിപാടികളൊക്കെ പോകുന്നത്. പിന്നാമ്പുറം കാഴ്ച ഇനിയുമുണ്ട് വർക്കുകൾ. അതിൻ്റെ ഓരോരോ പിന്നാമ്പുറം കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. പലർക്കും അറിയില്ലല്ലോ വർക്കിന് പോകുന്ന പിള്ളേരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന്. രസമാണ്, ഒരു അടിപൊളി ഫണ്ണാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസും കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരും. ഇതുപോലത്തെ വീഡിയോകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.